ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ വളരെ പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുമായിട്ടാണ്. പല്ല് സംബന്ധമായ നല്ല കുറച്ച് ടിപ്സുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മുടെ പല്ലിലെ കറകളും അതുപോലെ വായിലെ ദുർനാറ്റമൊക്കെ മാറ്റി നല്ല വെണ്മയുള്ള പല്ല് ആക്കി മാറ്റാനുള്ള കിട്ടില്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ പച്ചരി നന്നായിട്ടൊന്ന് കഴുകി ഉണക്കിയെടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം പച്ചരി മാത്രമാണ് ഞാനിവിടെ എടുക്കുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് ഉണക്കിയെടുക്കണം അത്. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ പച്ചരി എടുത്തിരിക്കുന്നത്. എന്നിട്ടത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ പച്ചരി നന്നായിട്ട് ഞാനൊന്ന് കഴുകിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഉണക്കിയിട്ട് എടുത്തിട്ട് വരാം. ഇനി വെയിലൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ നല്ല കോട്ടൺ തുണിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താലും മതിയാവും കേട്ടോ. അത് സോക്കാവാൻ വിടരുത്, അത് കുതിർന്ന് പോകാൻ വിടരുത് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമുക്ക് അത് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയതിന് ശേഷം ഇതുപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല വെയിലുണ്ടായിരുന്നു, അപ്പോൾ ഞാനിതുപോലെ ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടുകൊണ്ട് തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് പൊടിഞ്ഞു കിട്ടും. നല്ല ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കൺസിസ്റ്റൻസിക്ക് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പച്ചരി പൊടിച്ചപ്പോൾ എനിക്കിത് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ബൗളിലേക്ക് ഞാനിപ്പോഴത്തേക്ക് 1 ടീസ്പൂണോളം പച്ചരി പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണോളം തന്നെ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് മതിയാവും, നമുക്ക് ഒരുപാട് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചരിയിലേക്ക് ഈ ഒരു ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ്. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത്രയ്ക്കും നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയും നമ്മുടെ മോണകൾക്കൊക്കെ അത്രയ്ക്കും നല്ലതാണ്. നമ്മുടെ പല്ലിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധി വരയ്ക്കും ഈ ഒരു വെളിച്ചെണ്ണ സഹായകമാവും. അതുപോലെ തന്നെ വായിലുണ്ടാകുന്ന ആ ഒരു ദുർനാറ്റം, ആ ഒരു സ്മെല്ലൊക്കെ കളയാനും അതുപോലെ തന്നെ നമ്മുടെ പല്ലിന് വെണ്മ നൽകാനും വെളിച്ചെണ്ണയ്ക്ക് കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. അത് ഞാൻ മെൽറ്റായിട്ട് ഉണ്ടായിരുന്നില്ല, എങ്കിലും ഇതുപോലെ മിക്സ് ചെയ്ത് ചേർക്കുമ്പോൾ തന്നെ അത് അതിൽ കൂടെ ചേർന്നോളും. അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പേസ്റ്റാണ്. നമ്മൾ എന്ത് പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത് അത് നമുക്കിതിലൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിത് ഈ ഒരളവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊടിച്ച പച്ചരിയിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് കൊണ്ട് ചെറുനാരങ്ങ നീരിലും അതുപോലെ തന്നെ പേസ്റ്റിലും ഒക്കെയാണ് നമ്മൾ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിക്ക് മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിൽ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരാഴ്ച യൂസ് ചെയ്താൽ മതിയാകും. പല്ലിൽ നല്ല വ്യത്യാസം ഉണ്ടാകും. വായിലുണ്ടാകുന്ന ദുർനാറ്റവും കാര്യങ്ങളൊക്കെ മാറി പല്ലിന് നല്ലൊരു നാച്ചുറൽ വെണ്മ നമുക്ക് കിട്ടും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ പേസ്റ്റ് ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് ഇതുപോലെ ബ്രഷിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ പല്ല് തേക്കേണ്ടത് ശരിക്കും അപ്പ് ആൻഡ് ഡൗൺ, ഇതുപോലെ മേലെയും താഴെയും ആയിട്ടാണ് നമ്മൾ പല്ല് തേക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക. കുട്ടികളാണെങ്കിലും വേഗത്തിൽ പല്ല് തേച്ച് വരും. അങ്ങനെ ഇല്ലാണ്ട് നമ്മൾ നന്നായിട്ട് സമയമെടുത്ത് 1-2 മിനിറ്റ് സമയമെടുത്ത് നമ്മൾ പല്ല് തേക്കണം. വേഗത്തിൽ പല്ല് തേച്ച് നമ്മൾ വരരുത്. അപ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു റിസൾട്ട് കിട്ടില്ല. നമുക്ക് ഒരുപാട് ക്യാവിറ്റി പ്രോബ്ലംസൊക്കെ ഉണ്ടാകും. അപ്പോൾ വെറും ഒരാഴ്ച നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി. നമ്മുടെ പല്ലിൽ നല്ല വ്യത്യാസം ഉണ്ടാവട്ടെ, നല്ലൊരു വെണ്മ നമുക്ക് കിട്ടും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോഴൊക്കെ കുട്ടികളുടെ പല്ലിലൊക്കെ നല്ല കറയാണ്. ഇപ്പോഴത്തെ ഒരു ഫുഡ് ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ കാരണം ഒരുപാട് ചോക്ലേറ്റ്സൊക്കെ അവർ കഴിക്കുന്ന കാരണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരാഴ്ച ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഗ്രീൻ ടീ ആണ് എടുത്തിരിക്കുന്നത്. ഒരു 3/4 ടീസ്പൂണോളം ഗ്രീൻ ടീ എടുത്തിട്ടുണ്ട്. ഗ്രീൻ ടീ നമ്മുടെ പല്ലിനൊക്കെ അത്രയ്ക്ക് നല്ലതാണ്. നമ്മൾ രാവിലെ ഒരാഴ്ച തോറും നമ്മൾ ഈ ഒരു ടിപ്പ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചെറുനാരങ്ങയുടെ നീരാണ്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഒരു 1/4 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചെറുനാരങ്ങ നീരും ബേക്കിംഗ് സോഡയും നമ്മുടെ വായിലെ ദുർനാറ്റം അകറ്റാനും അതുപോലെ തന്നെ എന്തെങ്കിലും പല്ലിലുള്ള ആ ഒരു കേടുപാടുകളൊക്കെ നീക്കം ചെയ്യാനൊക്കെ നമുക്ക് അത്രയ്ക്ക് സഹായകമാണ് ഗ്രീൻ ടീയുടെ കൂടെ നമ്മൾ ഈ ഒരു ബേക്കിംഗ് സോഡയും ചെറുനാരങ്ങയും മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത് കാരണം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ ഏത് പേസ്റ്റാണോ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിതിലേക്ക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്ന വീഡിയോ എൻ്റെ ഇത് മിസ്സായിട്ടുണ്ട്. അങ്ങനെ ഞാനിതിലേക്ക് കുറച്ച് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത് ഇതുപോലെ മേലോട്ടും താഴോട്ടും അതുപോലെ തന്നെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് അങ്ങനെ തേച്ച് കൊടുക്കുക. അപ്പം നമുക്ക് അതുപോലെ തന്നെ വേഗം നമ്മൾ ബ്രഷ് ചെയ്യരുത്, അമർത്തി നമ്മൾ ബ്രഷ് ചെയ്യരുത്. അത് നമ്മുടെ പല്ലിന് അത്രയ്ക്ക് നല്ലതല്ല. നമുക്ക് പല്ലൊക്കെ വേഗത്തിൽ പൊട്ടിപ്പോവാനൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പല്ല് തേക്കുമ്പോൾ മെല്ലെ പല്ല് തേക്കുക, 1-2 മിനിറ്റ് സമയമെടുത്ത് പല്ല് തേക്കുക. ഈ ഒരു ടിപ്പ് നിങ്ങൾ ഒരാഴ്ച തോറും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനത് ഇവിടെ വെളുത്തുള്ളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു പല്ല് വെളുത്തുള്ളി മതി നമുക്ക്. ഒരു ദിവസത്തിൻ്റെ ആവശ്യത്തിലേക്കായിട്ട് നമുക്ക് ഒരു പല്ല് വെളുത്തുള്ളി മതിയാകും. അപ്പോൾ വെളുത്തുള്ളി ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ അത് മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റില്ല, നല്ല ഫൈനായിട്ട് അത് അരഞ്ഞു പോകും, ചിലപ്പോൾ അരഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് ഞാനത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്യുമ്പോൾ കൈ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനത്തെ വെളുത്തുള്ളി ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം വെളുത്തുള്ളി നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയുടെ നീരാണ്. അതായത് ഇതുപോലെ ഞാനൊരു ടീസ്പൂണോളം തക്കാളിയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയുടെ നീര് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്ന മൂലം പല്ലിലുള്ള അണുക്കളൊക്കെ നമുക്ക് പോയി കിട്ടി പല്ല് നല്ല സ്ട്രോങ് ആവാനും അതുപോലെ തന്നെ വായു ദുർനാറ്റം മാറിക്കിട്ടാനൊക്കെ ഇത് അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളി ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് നമ്മൾ ബ്രഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് മൂലം നമുക്ക് നമ്മുടെ പല്ലിൽ ഇനാമലിന് അത്രയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ അപ്പോൾ വെളുത്തുള്ളി നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് മൂലം നമ്മുടെ പല്ലിലുള്ള ആ ഒരു മഞ്ഞപ്പൊക്കെ മാറി നല്ല തൂവെണ്മ നൽകാനും അതുപോലെ തന്നെ നമ്മുടെ പല്ലിലെ ഇനാമലിനെ സംരക്ഷിക്കാനും ഒക്കെ വെളുത്തുള്ളി വളരെ സഹായകമാണ്. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്നൊക്കെ തണുത്ത ആഹാര പദാർത്ഥങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് ഈ പല്ല് പെട്ടെന്ന് ഇങ്ങനെ പുളിച്ചു പോകുക എന്നുള്ളത്. അതിനൊക്കെ നല്ലൊരു പ്രതിവിധിയാണ് ഈ വെളുത്തുള്ളി മൂലം നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ടിപ്പ്. ഒരുപാട് സഹായകമാകും. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിലേക്ക് ഞാനിത് ആവശ്യത്തിന് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഒരു നേരം ബ്രഷ് ചെയ്യാൻ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വായിലെ സ്മെല്ല് അകറ്റാനും അതുപോലെ തന്നെ നമ്മുടെ പല്ലിലുള്ള ആ ഒരു ഇനാമലിനെ സംരക്ഷിക്കാനും ഒക്കെ നമുക്ക് അത്രയ്ക്ക് നല്ലതാണ് ഈ വെളുത്തുള്ളിയും അതുപോലെ തന്നെ തക്കാളിയുടെ നീരൊക്കെ ചേർത്ത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു ടിപ്പ്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എൻ്റെ ടിപ്പ് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായി എന്ന് തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ റെഡിയാക്കുന്ന ഈ ഒരു ടിപ്പ് മൂലം നമുക്ക് നമ്മുടെ വായിലുള്ള ആ ഒരു സ്മെല്ലൊക്കെ നല്ല രീതിക്ക് പോയിട്ട് തൂവെണ്മ നൽകാൻ നമുക്ക് സഹായിക്കും കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് പേസ്റ്റും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചെറുനാരങ്ങയുടെ നീര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൂലം നമ്മുടെ പല്ലിലുള്ള ആ ഒരു പ്രോബ്ലംസൊക്കെ മാറി നല്ല ആ വായിലുള്ള ദുർനാറ്റം മാറ്റാൻ ഏറ്റവും കൂടുതൽ സഹായകമാണ് നമുക്ക് ഈ ഒരു ചെറുനാരങ്ങ. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ ടിപ്സിലും ചെറുനാരങ്ങ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരാഴ്ച കറക്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ മഞ്ഞ കളറുള്ള പല്ലൊക്കെ നല്ല തൂവെണ്മയാകും. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഈ മഞ്ഞപ്പൊടി നിങ്ങൾ പല്ലിൽ ഇടുന്ന സമയത്ത് ആ മഞ്ഞ കളർ ഉണ്ടാവില്ല എന്നുള്ളത്. ഉണ്ടാവില്ല, കാരണം നമ്മൾ ചെറുനാരങ്ങ നീരൊക്കെ അതുപോലെ തന്നെ പേസ്റ്റും അപ്ലൈ ചെയ്ത് യൂസ് ചെയ്യുന്നത് കാരണം നിങ്ങൾ പല്ല് ഒക്കെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു മഞ്ഞ കളറൊന്നും പല്ലിൽ ഉണ്ടാവില്ല. നല്ല തൂവെണ്മ കളർ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഒരാഴ്ച നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല കുറച്ച് ടിപ്സായിരുന്നു. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമുക്ക് നമ്മുടെ വയലുള്ള ദുർനാറ്റം മാറാനും അതുപോലെ തന്നെ പല്ലൊക്കെ നല്ല സ്ട്രോങ് ആവാനും അതുപോലെ തന്നെ നമ്മുടെ പല്ലിലെ ഇനാമലിനെ സംരക്ഷിക്കാനും മഞ്ഞ കളറുള്ള പല്ലൊക്കെ നല്ല തൂവെണ്മയാക്കി എടുക്കാനും ഒരാഴ്ച നിങ്ങൾ മുടങ്ങാണ്ട് ഈ ഒരു ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. ഞാൻ പരീക്ഷിച്ച എനിക്ക് റിസൾട്ട് കിട്ടിയ നല്ല ടിപ്സുകളായിരുന്നു ഇത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ.